എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും വീടിനകത്ത് വിശുദ്ധ ഖുർആനുണ്ട്. ഉണ്ടോ? ഉണ്ടോ എന്ന് കൈവക്കിക്കുക. ഉള്ളവരൊക്കെ താഴ്ത്തിയിട. ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു വീടിൻ്റെ അകത്ത് വിശുദ്ധ ഖുർആനുണ്ട്. ആ വീട്ടുകാരാ ഖുർആൻ എടുത്ത് ഓതുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പം മനസ്സിലായ എന്താണ് നിന്റെ വീട്ടിലെ പ്രശ്നം? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? അള്ളാഹുവിൻ്റെ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തിരുന്ന് കരയുകയാണ്. പൊടിയടിച്ചിരിപ്പുണ്ടത്. അത് പൊടിയടിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് തൊടുന്നില്ല, ഒന്ന് തുറക്കുന്നില്ല, ഒന്ന് പാരായണം ചെയ്യുന്നില്ല. ആ ഖുർആനിൻ്റെ കണ്ണുനീര് നിന്റെ വീട്ടിൽ വീഴുന്നു. അതാണ് നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു പരിഹരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുന്നില്ലടോ. പണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ ഖുർആൻ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ ഒരു തറവാടുണ്ടല്ലോ, ഒരു ചെറിയ വീട്, നിങ്ങളൊക്കെ ജനിച്ചു വളർന്ന ഒരു വീടുണ്ടല്ലോ. ആ വീട്ടിൽ കിട്ടിയിരുന്ന ഒരു സന്തോഷം നിന്റെ ഇപ്പം ലക്ഷങ്ങൾ ചെലവഴിച്ച് കിട്ടിയ വീട്ടിലുണ്ടോ? ഇല്ല. കുടുംബ വീട്ടിലും നിന്റെ ഡബിൾ കോട്ട് കട്ടിലും AC റൂമും അറയും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നീയൊക്കെ? ആ റൂമിനകത്ത് കടന്നാൽ കിട്ടാത്ത സന്തോഷം നിന്റെ തറവാട്ടി പോയി പാവിരിച്ചിട്ട് തറയെ കടന്നാൽ കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉളുവെടുത്ത് നിസ്കാരപ്പായിൽ വരും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ ഈ ദിക്ർ പറയും ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ്. ഇന്ന് പള്ളികളിൽ പോലും പറയൂല. ഉമ്മ ദിക്ർ പറയും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞു, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് നമ്മുടെ ഉമ്മമാര് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഓതുമായിരുന്നു. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ ഏഷ്യനെറ്റ്, മഴവിൽ മനോരമ, സൂര്യ, കൈരളി എന്നൊക്കെക്കൊണ്ടിരിക്കുക ഇന്നത്തെ ഉമ്മ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നാലോചിക്കുക. ഇതാ വ്യത്യാസം. ഇതാണ് വ്യത്യാസം. എന്തേ സൂറത്തുൽ വാഖിയയുടെ പ്രത്യേകത എന്താ? സൂറത്തുൽ വാഖിയയുടെ പ്രത്യേകത എന്താ? മഗ്രിബിൻ്റെ ഇശായിൻ്റെ ഇടയിൽ ഒരു വീടിനകത്ത് സൂറത്തുൽ വാഖിയ ഓതിയാൽ നിന്റെ ഉപ്പ എങ്ങനെ നിന്നെ കെട്ടിച്ചെന്നറിയോ? പിരിവെടുത്തിട്ട, വയല് നടത്തിയിട്ട അല്ല. പാപ്പ കൂലിപ്പണിക്കാരന് 500 രൂപ 400 രൂപ. ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ നിങ്ങളുടെ കാലത്ത് എത്രയായിരുന്നു? 400 രൂപ ഒരു പവന്. ഇന്ന് 45,000 രൂപ. അന്ന് നമ്മുടെ വാപ്പ പിരിവെടുത്തിട്ടല്ല മക്കളെ കെട്ടിച്ചത്. വാപ്പായ്ക്ക് ഒരു ടെൻഷനും ഇല്ല. രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് 5 മണിക്കുള്ളിൽ വരും, നിസ്കരിക്കും, സുഖമായിട്ട് കിടന്നുറങ്ങും. നീ രാവും പകലും ജോലി ചെയ്തിട്ട് നിനക്ക് തികയണില്ല. എന്നിട്ട് നീ ടെൻഷൻ എന്ത്? സൂറത്തുൽ വാഖിഅ ഏത് വീടിനകത്ത് ഓതുന്നുണ്ടോ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുവാപ്പാ. പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചുകൂടെ സൂറത്തുൽ വാഖിഅ? 2 കാര്യങ്ങൾ വാപ്പമാര്, 3 കാര്യങ്ങൾ വാപ്പമാര് പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാ. 1 സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുക്കണം. 2 തയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? മനസ്സിലായി? തയ്യൽ എന്നാണ്. ടൈലറിങ് അറിയുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്കും. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളിത് പഠിക്കണമെന്നാ. എന്തിനാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ വാഖിഅ നിന്റെ വീടിനകത്ത് ഓതുന്നുണ്ടോ? പേടിയില്ല. അള്ളാഹു നിനക്കൊരിക്കലും ദാരിദ്ര്യം തരൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ അറിയാം ആ സൂറത്തിന്റെ വില. ഖബറിനകത്ത് പോകുമ്പോൾ അറിയാം സൂറത്തുൽ മുൽക്കിന്റെ വില എന്താണെന്ന്. അത് നിന്റെ ഖബറിനകത്ത് കൂട്ടാളിയാ, നിനക്ക് വെളിച്ചമാ, നിനക്ക് പ്രകാശമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്തുർ റഹ്മാൻ ഉസ്താദല്ല വരുന്നത്, തങ്ങളല്ല വരുന്നത്, മലക്ക് വരും പെണ്ണെ നിന്റെ വീട്ടിൽ. സൂറത്തുൽ റഹ്മാൻ ഏത് വീടിനകത്ത് ഓതുന്നോ ആ വീട്ടിലേക്കും മലക്കുകൾ ഇറങ്ങി വരും. എത്ര ചരിത്രങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സൂറത്തു സജദ, അൽഹംദുലില്ലാഹ്, ഉംറ ചെയ്ത കൂലി. സൂറത്ത് സജദ ഓതുന്നവന് ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ എന്തിനോദിയോ കിട്ടും, ദുആ ചെയ്താൽ ഉത്തരം. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ എന്തായിരുന്നു നമ്മുടെ വീട്? ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ?
അതുകൊണ്ട് നിങ്ങളൊക്കെ ഇന്ന് വീട്ടിൽ ചെന്ന് ഒതുവെടുത്ത് റൂമിനകത്ത് കയറി പൊടിയടിച്ചിരിക്കുന്ന ഖുർആനെടുത്ത് ഒന്ന് തുടച്ച് ഒരു ചുംബനം കൊടുക്ക്, അതിൻ്റെ കണ്ണുനീര് തുടയ്ക്ക്. എല്ലാ ദിവസവും നിങ്ങളതൊന്ന് എടുക്ക്. നിങ്ങളുടെ വീട്ടിൽ ആ പഴയ സന്തോഷവും സമാധാനവും ബർക്കത്തും റഹ്മത്തും എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട്